നമുക്കറിയാം മറ്റ് ക്യാപ്റ്റന്മാർ കഴിഞ്ഞ ദിവസം ശ്രേയസ് അയ്യരുടെ മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു, ഒരു ക്യാപ്റ്റൻസ് നോക്ക് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് രജത് പട്ടീദാറിൻ്റെ ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് ക്യാപ്റ്റന്മാരുടെ ഇന്നിങ്സുകളൊക്കെയും ഈ IPL നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റന്മാരുടെ ഇന്നിങ്സുകൾ നോക്കുമ്പോൾ ഏറ്റവും ലോ ഫേസിലൂടെ കടന്നു പോകുന്ന രണ്ട് ക്യാപ്റ്റന്മാരാണ്. ഒന്ന് അജിങ്ക്യ രഹാനെയും അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദും. ഈ സീരീസിൽ 8 മത്സരങ്ങൾ ഇതിനകം കഴിഞ്ഞു. 8ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ 50 നേടുന്നത്. അതാവട്ടെ 60 പന്തിൽ 74 എന്ന സ്കോറാണ്. 60 പന്തിൽ സെഞ്ചുറികൾ അടിക്കുന്ന കാലഘട്ടമാണ്. 60 പന്തിൽ 120 റൺസെങ്കിലും അടിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം KL രാഹുൽ ഏതാണ്ട് ഇത്രയും പന്തുകളിൽ നേരിട്ടപ്പോൾ അദ്ദേഹം 150ക്ക് മുകളിൽ റൺസ് നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരറ്റത്ത് ടീമിൻ്റെ തകർച്ച നേരിട്ടപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം റൺസ് ആദ്യത്തെ 10-12 ഓവറിൽ റൺസ് നേടാൻ അദ്ദേഹം ശ്രമിച്ചതേയില്ല. പന്തുകൾ പോലും അദ്ദേഹം ഡോട്ട് ബോൾ ആക്കാൻ വേണ്ടി മാത്രമാണ് കളിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സിംഗിളുകൾ പോലും പിറക്കാത്ത സമയമായിരുന്നു. ശിവൻ ദൂബെക്കൊന്നും സിംഗിൾ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ടീമിനെ ആ സമയത്ത് 9 ഓവറിൽ വെറും 45 റൺസിന് അടുത്ത് മാത്രമേ ഒരു ഘട്ടത്തിൽ CSKയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. CSKയുടെ റൺസ് അത്രയും കുറയാൻ, അല്ലെങ്കിൽ ഒരു 180-190 റൺസെങ്കിലും എത്താൻ സാധിക്കുമായിരുന്ന ഒരു ഇന്നിങ്സാണ് ഈ ഒരു സ്കോറിൽ അവസാനിച്ചത്. അപ്പോൾ CSKയുടെ കുതിപ്പിന് ഈ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആദ്യ ഓവറുകളിലെ മെല്ലെപ്പോക്ക് വലിയ രീതിയിൽ തന്നെ ആ ഒരു കുതിപ്പിനെ പിന്നോട്ടേക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. ഋതുരാജ് ഒരു ക്യാപ്റ്റൻസ് നോക്ക് തന്നെയാണ് കളിച്ചത്. തകർച്ച നേരിട്ടപ്പോൾ അദ്ദേഹം ഒരറ്റത്ത് പിടിച്ചു നിന്നുകൊണ്ട് ടീമിനെ ഈ സ്കോറിലേക്ക് എത്തിച്ചു. 20 ഓവറും ബാറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ കൂടിയും ടീമിൻ്റെ കുറച്ചുകൂടി അഗ്രസീവായി അദ്ദേഹത്തിന് കളിക്കാമായിരുന്നു. ഒരു 20 റൺസെങ്കിലും അദ്ദേഹത്തിന് എക്സ്ട്രാ നേടാമായിരുന്നു. ഒരു സമയത്ത് സിംഗിളുകൾ നേടാമായിരുന്നു. ഇത്രയധികം ഡോട്ട് ബോളുകൾ അദ്ദേഹം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിനൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സർഫറാസ് ഖാനെ ഇമ്പാക്റ്റ് ആക്കി ഇറക്കിയത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരറ്റത്ത് ടീം തകർച്ച നേരിട്ടപ്പോൾ അവർക്ക് ഒബേർട്ടിനെ നേരത്തെ ഇറക്കിക്കൊണ്ട് അങ്ങനെ സർഫറാസ് ഖാനെ ഇമ്പാക്റ്റ് ഇറക്കാതെ മുകേഷിനെ അടുത്ത ബോളിംഗ് ഓപ്ഷൻ എന്ന രീതിയിൽ അടുത്ത ഇന്നിങ്സിൽ ഇമ്പാക്ട് സബായിട്ട് ഇറക്കാമായിരുന്നു. പക്ഷേ അവർ ഒബേർട്ടിനെ അവിടെ പരീക്ഷിച്ചതേയില്ല. ഒബേർട്ടൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികച്ച രീതിയിൽ ബാറ്റ് കൊണ്ടും തിളങ്ങിയ താരമാണ്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം, സഞ്ജു കളിക്കുമ്പോൾ മാത്രമാണ് ചെന്നൈ വിജയവഴിയിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു 2 സെഞ്ചുറി അടിച്ച 2 മത്സരങ്ങളും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം സഞ്ജുവിൻ്റെ 48 റൺസ് പിറന്ന ആ മത്സരത്തിലും ചെന്നൈ ജയിച്ചിട്ടുണ്ട്.